അഡ്വക്കേറ്റ് കെ.എൻ.എ. ഖാദർ എം.എൽ.എയുടെ ഉണരുവാൻ മനസ്സുള്ളവർക്ക് തിരിച്ചുവരാമെന്ന തലക്കെട്ടിലുള്ള ലേഖനത്തിലാണ് കോൺഗ്രസിനെതിരെ രൂക്ഷ വിമർശമുള്ളത്. 4 സംസ്ഥാനങ്ങളിൽ നടന്ന തെരഞ്ഞെടുപ്പ് ഫലത്തെ അവലോകനം ചെയ്യവെയാണ് അനുഭവത്തിൽ നിന്ന് പാഠം പഠിക്കണമെന്ന് കോൺഗ്രസിനെ കെ.എൻ.എ. ഖാദർ ഉപദേശിക്കുന്നത്. സാമ്രാജ്യത്വ ശക്തികളുടെ ദാസ്യവൃത്തി ചെയ്യുന്നവരെന്ന ആക്ഷേപത്തിൽ നിന്നും കരകയറണം. നയനിലപാടുകളിൽ കൂടുതൽ ജനാഭിമുഖ്യം പുലർത്തണം. സംഘടനാപരമായ ദൗർബല്യങ്ങളിൽ നിന്നും കരകയറണം. മതേതരത്വത്തോടുള്ള പ്രതിബദ്ധത സംശയാതീതമായി തെളിയിക്കണമെന്ന് പറയുന്ന ലേഖനം ഭരിക്കുന്നവർ എന്തു തെറ്റു ചെയ്താലും അതാരും കണ്ടുപിടിക്കില്ലെന്ന് ധരിക്കരുതെന്ന് കോൺഗ്രസിന് മുന്നറിയിപ്പ് നൽകുന്നു. 125 വർഷം പഴക്കമുള്ള കോൺഗ്രസിനെ ഇന്നലെ പൊട്ടിമുളച്ച ആം ആദ്മി പാർട്ടിക്ക് പോലും വെള്ളം കുടിപ്പിക്കാൻ കഴിയുന്നു. തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിന് ശേഷം സോണിയാഗാന്ധിയിൽ നിന്നും രാഹുലിൽ നിന്നും കൂടുതൽ ആത്മവിശ്വാസം പ്രതീക്ഷിച്ചു. പക്ഷേ പ്രതികരണത്തിന് ശക്തി പോരാ. ജനങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതാണ് പ്രധാനം. പാർട്ടി നേതാവിന് 2ാം സ്ഥാനമേയുള്ളൂ എന്നും ലേഖനം ഓർമ്മിപ്പിക്കുന്നു. പാർട്ടി പ്രവർത്തകർ സംഘടനയുടെ ജനവിരുദ്ധ നയങ്ങളെപ്പോലും പിന്താങ്ങുന്നത് വ്യക്തിപരമായ താൽപര്യം മുന്നിൽ കണ്ടാണ്. പൊതുജനം അങ്ങനെയാണെന്ന് ധരിക്കരുത്. സംസ്ഥാനത്ത് യു.ഡി.എഫിൽ പരസ്യവിമർശം കത്തിക്കാനായിട്ടില്ല. സംസ്ഥാനത്ത് യു.ഡി.എഫിൽ പരസ്യവിമർശം ഫലം ചെയ്യില്ല. സർക്കാരിന്റെ കഴിഞ്ഞ 2 വർഷക്കാലത്തെ നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാനായിട്ടില്ല. ഐക്യമുന്നണിയുടെ ദൗർബല്യങ്ങൾ ഇടതുമുന്നണിക്ക് ആത്മവിശ്വാസം നൽകുന്നു. പാർലമെന്റ് തെരഞ്ഞെടുപ്പ് അടുത്തെത്തി. ഇതെല്ലാം മനസ്സിലാക്കി ഇരിക്കുന്ന കൊമ്പ് മുറിക്കാതിരുന്നാൽ എല്ലാവർക്കും നല്ലത്. ആരെയും കൂസാതെ തെറ്റിതിരുത്തുന്നവർക്ക് തിരിച്ചുവരാം എന്ന് പറഞ്ഞാണ് ലേഖനം അവസാനിക്കുന്നത്. മീഡിയ 1 കോഴിക്കോട്.